പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് ബ്ലംസംസിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇംഗ്ലീഷിലെ 5th യൂണിറ്റ് ആയിട്ടുള്ള ഹാർമണി ഓഫ് ലൈഫ് എന്നതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗൂസ്ബെറീസ് എന്നതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. റഷ്യൻ ഫിസിഷ്യനും ഡ്രാമറ്റിസ്റ്റും അറിയപ്പെടുന്ന ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിട്ടുള്ള ആൻറ്റൺ ചെക്കോവ് രചിച്ച ഗൂസ്ബെറീസ് എന്നുള്ള സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ പ്രധാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് തൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ ഏത് മാർഗവും സ്വീകരിച്ച് അത് റിയലൈസ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് വില കൊടുത്തും ആ സ്വപ്നം അച്ചീവ് ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഒരു വശത്ത് നമുക്ക് ഒരു വ്യക്തിയുടെ ഗ്രീഡ് അല്ലെങ്കിൽ സെൽഫിഷ്നെസ്, ഈഗോ, ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. 1898 പബ്ലിഷ് ചെയ്ത ദ ലിറ്റിൽ ട്രിലജി എന്ന് പറയുന്ന 3 കഥകളടങ്ങിയ ഒരു സമാഹാരത്തിലെ രണ്ടാമത്തെ കഥയാണ് ഗൂസ്ബെറീസ് എന്ന് പറയുന്നത്. മറ്റു 2 കഥകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ദ മാൻ ഇൻ എ ഷെൽ, അതുപോലെ മൂന്നാമത്തേത് എബൌട്ട് ലവ് എന്നുള്ളതാണ്. മൂന്നിൻ്റെയും തീം ഏകദേശം ഒരു സമാന സ്വഭാവമുള്ളതാണ്. അതോടൊപ്പം കഥാപാത്രങ്ങളുടെ ഏകാന്തതയെക്കുറിച്ചും ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് നീങ്ങാം. പ്രധാനമായിട്ടും 2 സഹോദരന്മാരെയാണ് ഇവിടെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇവാൻ ഇവാനിച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചും. അതോടൊപ്പം ഇതിലെ മറ്റു 2 കഥാപാത്രങ്ങളാണ് ഇവാൻ ഇവാനിച്ചിൻ്റെ സുഹൃത്തായിട്ടുള്ള ബോർക്കിൻ എന്ന് പറയുന്നൊരു വ്യക്തി. ബോർക്കിൻ്റെ ഒരു സുഹൃത്താണ് ആലിയോക്കിൻ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം. ഇങ്ങനെ പ്രധാനമായിട്ട് ഈ 4 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഈ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിചയപ്പെടുന്നത്. നമുക്ക് സ്റ്റോറി ഒന്ന് ഡിസ്കസ് ചെയ്ത് വിശദമായി അനലൈസ് ചെയ്യാം. ഫ്രം ഏർലി മോർണിംഗ് ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ് വിത്ത് ക്ലൗഡ്സ്. ദ ഡേ വാസ് സ്റ്റിൽ കൂൾ ആൻഡ് wearisome as usual on grey dull days when the clouds hang low over the fields and it looks like rain which never comes. Ivan Ivanich, the veterinary surgeon, and Bokin, the schoolmaster, were tired of walking, and the field seemed endless to them. Far ahead, they could just see the windmills of the village of Mirovsky. In the calm weather, when all nature seemed gentle and melancholic, Ivan Ivanich and Bokin were filled with love for the fields and thought how grand and beautiful the country was. കഥ സംഭവിക്കുന്ന ഈ ദിവസത്തിൽ രാവിലെ ആകാശം പൊതുവെ ക്ലൗഡി ആയിരുന്നു. പക്ഷെ എന്നാലൊരു തണുത്ത അന്തരീക്ഷം, ഒരു നിശബ്ദമായ അന്തരീക്ഷം. അതേസമയം ഇറ്റ് വാസ് വെയറിസം. എന്താ വെയറിസം എന്ന് പറഞ്ഞാൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ അത്രയും സുഖം തോന്നാത്തൊരു കാലാവസ്ഥ. ആസ് യൂഷ്വൽ ഓൺ ഗ്രേ ഡൾ ഡേയ്സ് വെൻ ദ ക്ലൗഡ്സ് ഹാങ് ലോ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് റെയിൻ വിച്ച് നെവർ കംസ്. കാർമേഘം മൂടി മഴ താഴോട്ട് വീഴാതെ പെയ്യാതെ നിൽക്കുന്നുള്ള ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതൊരു സുഖമില്ലാത്ത അന്തരീക്ഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലൈമറ്റാണ്. ഇവാൻ ഇവാനിച്ച് ദ വെറ്ററിനറി സർജൻ ആൻഡ് ബോക്കിൻ ദ സ്കൂൾ മാസ്റ്റർ വെയർ ടയേർഡ് ഓഫ് വാക്കിംഗ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരുകൾ ഓർത്ത് വെക്കുക. ഇവാൻ ഇവാനിച്ച് ആരാണ്? ഒരു വെറ്ററിനറി സർജനാണ്. അതുപോലെ ബോർക്കിൻ ഒരു സ്കൂൾ മാസ്റ്ററാണ്. അവർ രണ്ടുപേരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഫീൽഡ് സീംഡ് എൻലെസ് ടു ദം. നടന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ആ കൃഷി സ്ഥലം, ഫീൽഡ് എൻഡ്ലെസ് ആണ്. അതിവിദൂരതയിലേക്ക് നോക്കിയാലും ഇതേ കൃഷിസ്ഥലം ഇങ്ങനെ കാണാൻ കഴിയും. ഫാർ എഹെഡ് ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ്മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് മിറോസ്കി. കുറേ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിറോസ്കി എന്ന പ്രദേശത്തെ ഗ്രാമത്തിലെ കാറ്റാടി യന്ത്രങ്ങൾ കാണാം, വളരെ ചെറുതായിട്ട്. In the calm weather, when all nature seemed gentle and melancholic, Ivan Ivanich and Bokin were filled with love. ആ കാമൻ ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രകൃതി പൊതുവെ ഒരു ജെൻറ്റിൽ ആൻഡ് മെലങ്കോളിക്, ഒരു സാഡ് ലുക്കാണ് ആ ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവാൻ ഇവാനിച്ചിൻ്റെയും ബോക്കിൻ്റെയും മനസ്സിൽ ലവ്, ഫിൽഡ് വിത്ത് ലവ്, ഇഷ്ടം നിറയാണ്. എന്തിനോട്? ദ ഫീൽഡ്സ് ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. ആ കൃഷിസ്ഥലം, പച്ച പിടിച്ച് നിൽക്കുന്ന സ്ഥലം കാണാൻ നല്ല മനോഹരമാണ്. ആ കാഴ്ച കണ്ണിന് കുളിർ നൽകുന്നതും അതിനോട് ആർക്കും ഒരു ഇഷ്ടം തോന്നും ചെയ്യും.
ആ ഗ്രാമം മൊത്തത്തിൽ ആ ഒരു പിന്നെ കൃഷി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് അത് കണ്ണിന് നയനാനന്ദകരമാണ്. അത് അവർക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം ജനിപ്പിച്ചു. വളരെ മനോഹരമായ കാഴ്ച. ലാസ്റ്റ് ടൈം വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ് സെഡ് ബോക്കിൻ, യു ആർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. കഴിഞ്ഞ തവണ നമ്മൾ പ്രൊക്കോഫി എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ ഷെഡിൽ നിൽക്കുന്ന സമയത്ത് നീ എന്നോട് കഥ പറയാൻ തുടങ്ങിയല്ലോ. യെസ്, ഐ വാണ്ട് ടു ടെൽ യു എബൌട്ട് മൈ ബ്രദർ. അതെ, നിന്നോട് ഞാൻ എൻ്റെ ബ്രദറിനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇവാനിസ് ടുക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ് ബിഫോർ ബിഗിനിങ് ഹിസ് സ്റ്റോറി. അപ്പോൾ ഇവാനിച്ച് തൻ്റെ സഹോദരനായിട്ടുള്ള നിക്കോള ഇവാനിച്ചിനെ കുറിച്ച് ഒരു കഥ പറയാൻ തുടങ്ങുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് ഇവിടെ ഓർമ്മിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത്. ആര്? ബോർക്കിൻ. ആ പേരുകളുടെ സ്പെല്ലിംഗ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് തന്നെ നോക്കുക. വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ കണ്ണോടിക്കുക. വാക്കുകൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്നുള്ളതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഇവാനിസ് ടുക്ക് എ ഡീപ്പ് ബ്രെത്ത് ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ് ബിഫോർ ബിഗിനിങ് ഹിസ് സ്റ്റോറി. കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ പൈപ്പ് കത്തിച്ച് പുകക്കാൻ തുടങ്ങി. നല്ലൊരു ഡീപ്പ് ശ്വാസമൊക്കെ ഒന്ന് ദീർഘമായി വലിച്ചു വിട്ട ശേഷം. ബട്ട് ജസ്റ്റ് ദെൻ ദ റെയിൻ ബിഗാൻ ടു ഫാൾ. ആ സെക്കൻഡിൽ മഴ പെയ്യാൻ തുടങ്ങി. ആൻഡ് ഇൻ അബൌട്ട് 5 minutes ഇറ്റ് കെയിം പെൽറ്റിംഗ് ഡൗൺ ആൻഡ് ഷോഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്. ശക്തമായ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും മഴ ഇങ്ങനെ വളരെ ഹെവി വാട്ടർ ഡ്രോപ്സ് വന്നിങ്ങനെ അടിക്കാൻ തുടങ്ങി. അത്രയ്ക്കും ശക്തമായ മഴ. ഒരിക്കലും അത് നിൽക്കാൻ സാധ്യതയില്ല. അതിനുള്ള യാതൊരു സൂചനയും കാണുന്നില്ല. വി ഓട്ട് ടു ടേക്ക് ഷെൽട്ടർ സെറ്റ് ബോക്കിൻ, ലെറ്റ് us ഗോ ടു ആലിയോക്കിൻ, ഇറ്റ് ഈസ് ക്ലോസ് ബൈ. അങ്ങനെ കഥ പറയാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു. അവർ പറഞ്ഞു, എന്ത്, ഇവിടെ ഈ പാടത്ത് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഷെൽട്ടറിലേക്ക് മാറണം. അപ്പോൾ മറ്റേ ആൾ ബോർക്കിൻ സജസ്റ്റ് ചെയ്യണമെന്ന്, ലെറ്റ് us ഗോ ടു ആലിയോക്കിൻ, ഇറ്റ് ഈസ് ക്ലോസ് ബൈ. ആലിയോക്കിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം, അതിവിടെ വളരെ അടുത്താണ്. വെരി വെൽ. ദേ ടുക്ക് എ ഷോർട്ട് കട്ട് ഓവർ എ സ്റ്റേബിൾ ഫീൽഡ് until they came to the road. Soon they came to a wide road with a mill and a white bathing shed. It was Sofino where Aliokin lived. അങ്ങനെ അവർ ഷോർട്ട് കട്ട് വഴി, ഒരു കുറുക്ക് വഴി തിരഞ്ഞെടുത്ത് എവിടെ എത്തി? ഒരു റോഡിലേക്ക് കയറി വന്നു. എ സ്റ്റബിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ അല്ലെങ്കിൽ ചെടികളിങ്ങനെ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ, അതിനാണ് ഈ സ്റ്റബിൾ ഫീൽഡ് എന്ന് പറയുന്നത്. മരക്കുറ്റികൾ ഇങ്ങനെ കുറേ കാണാം അവിടെ. അങ്ങനെ ആ വഴിക്ക് വന്ന് റോഡിലേക്ക് കയറി. സൂൺ ദേ കെയിം ടു എ വൈഡ് റോഡ്. കുറച്ചുകൂടി വലിയ റോഡിലേക്ക് എത്തി. അവിടെ ഒരു മില്ലും അതുപോലെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ബേത്തിങ് ഷെഡൊക്കെ കണ്ടു. ആ സ്ഥലം ഏതാണ്? ഇറ്റ് വാസ് സോഫിനോ വെയർ അലിയോക്കിൻ ലീവ്ഡ്. അലിയോക്കിൻ താമസിക്കുന്ന സോഫിനോ എന്ന് പറയുന്ന സ്ഥലമാണത്. ദ മിൽ വാസ് വർക്കിംഗ് ഡ്രൗണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. മഴയുടെ ശബ്ദത്തെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ ആ മില്ല് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. It was wet, muddy and unpleasant, and Ivanich and Bokin felt wet and uncomfortable through and through. Their feet were tired with walking in the mud. It was wet, muddy and unpleasant. അവർ പോകുന്ന അവരാകെ നനഞ്ഞു. അവിടെ ഒരു ചെളിക്കുളമായിട്ടുള്ള സ്ഥലമാണ് നടക്കുന്ന വഴി. ഒരു മഴ പെയ്ത് റോഡൊക്കെ ആകെ ചെളിക്കുണ്ടായിട്ടുണ്ട്. അതിലൂടെ അവർ നടന്ന് രണ്ടുപേരും വളരെ അസ്വസ്ഥമായിട്ട്, അവരാകെ ടയേർഡായിരുന്നു. എല്ലാ അർത്ഥത്തിലും അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക്. അവർ എന്ത് ചെയ്തു? ആ ചെളിയിലൂടെ ഇങ്ങനെ നടന്നു. ഇൻ വൺ ഓഫ് ദ ബാൺസ് എ വിനോവിംഗ് മെഷീൻ വാസ് വർക്കിംഗ്, സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. ഓൺ ദ ത്രഷോൾഡ് സ്റ്റുഡ് ആലിയോക്കിൻ ഹിംസെൽഫ്, എ മാൻ ഓഫ് അബൌട്ട് 40, tall and stout, with long hair, more like a professor or a painter than a farmer. He was wearing a creamy white shirt and a rope belt and pants instead of trousers, and his boots were covered with mud and straw. His nose and eyes were black with dust. He recognized Ivanich and was apparently very pleased. അങ്ങനെ അവിടുത്തെ ഒരു ബാണിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെല്ലാണെങ്കിൽ നെല്ല്, ഗോതമ്പ് എന്താണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോർ ഹൗസിനാണ് ബാൺ എന്ന് പറയുന്നത്. അവിടെ ഇൻ വൺ ഓഫ് ദ ബാൺസ് എ വിന്നോവിംഗ് മെഷീൻ വാസ് വർക്കിംഗ്. നമുക്കറിയാം, നെല്ലൊക്കെ മെതിച്ച് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഉമിയും അരിയൊക്കെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനാണ് എന്ന് പറയുന്നത് വിന്നോവിംഗ് എന്ന് പറയും. വിന്നോവിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉമി
മാറ്റുന്ന പ്രവർത്തനം ചെയ്യുന്ന മെഷീനാണ്. വിന്നോവിങ് മെഷീൻ വാസ് വർക്കിംഗ് സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. അത് പ്രവർത്തിക്കുമ്പോൾ ആ ഭാഗം മൊത്തം പൊടിയായിരിക്കും. ഓൺ ദ ത്രഷോൾഡ് സ്റ്റുഡ് അലിയോക്കിൻ. അവിടെ ഒരു വരാന്തയിൽ ആര് നിൽക്കുന്നുണ്ട്? അലിയോക്കിൻ നിൽക്കുന്നുണ്ട്. കണ്ടാൽ ഏകദേശം 40 വയസ്സ് തോന്നിക്കും. ടോൾ ആൻഡ് സ്റ്റൗട്ട്, നല്ല ഉയരമുള്ള വളരെ സ്ട്രോങ് ബോഡിയുള്ള അത്യാവശ്യം തടിയും വലുപ്പമൊക്കെ ഉള്ളൊരു മനുഷ്യൻ. വിത്ത് ലോങ് ഹെയർ, നീട്ടി വളർത്തിയ മുടി. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. കണ്ടാൽ വല്ല കോളേജ് പ്രൊഫസറോ അല്ലെങ്കിൽ വല്ല പെയിൻറ്ററൊക്കെ ആണെന്ന് കണ്ടാൽ തോന്നും. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ്? എ ഫാർമറാണ്. ഹി വാസ് വെയറിങ് എ ഗ്രീമി വൈറ്റ് ഷർട്ട്. ആകെ ഡേർട്ടി ആയിട്ടുള്ള ഒരു വെള്ള ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. വെള്ള ഷർട്ടാണെന്ന് കണ്ടാൽ തോന്നില്ല, അത്രക്കും ചെളി വരണ്ടിട്ടുണ്ട്. ആൻഡ് റോപ്പ് ബെൽറ്റ് ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. ട്രൗസേഴ്സ് അല്ല, പകരം പാൻസാണ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് ഹിസ് ബൂട്ട്സ് വെർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. അവിടെയുള്ള വൈക്കോലും ചെളിയും മണ്ണൊക്കെ ആയിട്ട് ബൂട്ട് ആകെ വൃത്തികേടാണ്. ഹിസ് നോസ് ആൻഡ് ഐസ് വെയർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. പൊടി പിടിച്ച് അവൻ്റെ കണ്ണും മൂക്കൊക്കെ ആകെ കണ്ടിട്ട് കറുത്ത് പോയിട്ടുണ്ട്. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് വാസ് അപ്പറൻ്റ്ലി വെരി പ്ലീസ്ഡ്. ഇവാൻ ഇവാനിച്ചിനെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി തൻ്റെ സുഹൃത്ത് അവിടെ വന്നതിൽ. പ്ലീസ് ജെൻറ്റിൽമെൻ, ഹി സെഡ്, ഗോ ടു ദ ഹൗസ്, ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. നീ നമ്മളെ വീട്ടിലേക്ക് ചെല്ലും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2 സ്റ്റോറീഡ്. അലിയോക്കിൻ്റെ വീട് വളരെ വലിയൊരു വീടാണ്, 2 നില വീട്. അലിയോക്കിൻ ലിവ്ഡ് ഡൗൺ സ്റ്റെയേഴ്സ് ഇൻ 2 vaulted റൂംസ് വിത്ത് ലിറ്റിൽ വിൻഡോസ്. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ വെയർ റിസീവ്ഡ് ബൈ എ ചേംബർ മെയ്ഡ്. അങ്ങനെ അവർ ആ 2 നില വീട്ടിലേക്ക് എത്തി. അവൻ്റെ താഴെയാണ് ആര് താമസിക്കുന്നത്? അലിയോക്കിൻ താമസിക്കുന്നത്. ഇൻ 2 vaulted റൂംസ് എന്ന് പറഞ്ഞാൽ റൂം ഇങ്ങനെ ആർച്ച് ഷേപ്പ്ഡ് സീലിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ റൂമിന്. വിത്ത് ലിറ്റിൽ വിൻഡോസ്, ജനാലകളൊന്നും ഇല്ല. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വെയർ റിസീവ്ഡ് ബൈ എ ചേംബർ മെയ്ഡ്. അവിടുത്തെ ഒരു വേലക്കാരി വന്ന് അവരെ സ്വീകരിച്ചു. യു കാനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെൻറ്റിൽമെൻ, സെഡ് അലിയോക്കിൻ, കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ. ഐ നെവർ എക്സ്പെക്റ്റഡ് യു. പെലാഗ്വേ, he said to the maid, give my friends a change of clothes and I will change too, but I must have a bath. I haven't had one since the spring. Wouldn't you like to come to the bathing shed? And meanwhile our things will be got ready. ഓ ചങ്ങായിമാരെ, നിങ്ങൾ വന്നതിലുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കും സന്തോഷമുണ്ട് എനിക്ക്. യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം, ഹൗ ഹാപ്പി ഐ ആം ടു സീ യു ജെൻറ്റിൽമാൻ, സെഡ് അലിയോക്കിൻ, കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ. അവരുടെ പുറകെ ഹാളിലേക്ക് കയറി വന്നു. ഐ നെവർ എക്സ്പെക്റ്റഡ് യു. നിങ്ങളെ ഞാൻ ഒരിക്കലും ഈ സമയത്ത് ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആ ചേംബർ മേഡിനെ വിളിക്കുകയാണ്, പെലഗ്വയെ. അത്ര ഇമ്പോർട്ടൻ്റ് കഥാപാത്രമൊന്നുമല്ല, പേര് ഓർത്തിരിക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, എന്ത്, എൻ്റെ ഫ്രണ്ട്സിന് ഡ്രസ്സ് മാറ്റാനുള്ളതൊക്കെ ഒന്ന് കൊടുത്തേ, എനിക്കും ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്. എനിക്ക് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം. സ്പ്രിങ് ആയതിനു ശേഷം ഞാൻ പിന്നെ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് കുളിച്ചിട്ട് കുറേ ദിവസമായി. വുഡൻ യു ലൈക്ക് ടു കം ടു ദ ബേത്തിങ് ഷെഡ്? എൻ്റെ കൂടെ ബേത്തിങ് ഷെഡിലേക്ക് പോരണോ? ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി. അപ്പോഴേക്കും ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാവും ചെയ്യും. അലിയോക്കിൻ ലെഡ് ഹിസ് ഗസ്റ്റ് ടു ദ ബേത്തിങ് ഷെഡ്. യെസ്, ഹി സെഡ്, ഇറ്റ് ഈസ് ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. മൈ ബേത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ് ആസ് യു സീ. മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്, ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബേത്ത്. ഹി സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് ആൻഡ് lathered his long hair and neck and the water round him became brown. അങ്ങനെ അലിയോക്കിൻ തൻ്റെ അതിഥികളെയും കൂട്ടി ബേത്തിങ് ഷെഡിലേക്ക് പോയി. ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. ഞാൻ കുറേ ആയി കുളിച്ചിട്ട്. നമുക്കൊന്നും ആലോചിക്കാനേ വയ്യ. ഒരു മലയാളിക്ക് ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം കുളിക്കാത്തൊരു ജീവിതം ആലോചിക്കാനേ വയ്യ. എന്നാൽ ഈ കർഷകനായിട്ടുള്ള അലിയോക്കിൻ കുളിച്ചിട്ട് കുറേ ദിവസമായി. ഐ ഹാഡ് എ ബാത്ത്. മൈ ബേത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ്. എൻ്റെ ബേത്തിങ് ഷെഡൊക്കെ ഇവിടെ നല്ലൊരു ബേത്തിങ് ഷെഡ് എനിക്കിവിടെ ഉണ്ട്. സി, പിന്നെ ഇത് ഞാനും എൻ്റെ അച്ഛനും കൂടി നിർമ്മിച്ചതാണ്. മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്, ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബേത്ത്. പക്ഷേ എനിക്ക് കുളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല ഇപ്പോൾ. ഹീ സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്. അങ്ങനെ ആ ബേത്തിങ് ഷെഡിൽ ആ കുളത്തിലേക്ക് ഇറങ്ങി സ്റ്റെപ്പിലിങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ലാതേർഡ് ഹിസ് ലോങ് ഹെയർ ആൻഡ് നെക്ക്. കഴുത്തിലും തലയിലൊക്കെ നന്നായി സോപ്പിട്ട് പതപ്പിച്ചു. ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കെയിം ബ്രൗൺ. അവൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ നിറടക്കം ചെളിയുടെ നിറമായി മാറി, ബ്രൗൺ കളറായി മാറി. അത്രക്കും കട്ട ചളി ആ ചങ്ങാതിൻ്റെ മേത്ത് ഉണ്ടായിരുന്നു. ഇവാൻ ഇവാനിച്ച് കെയിം ഔട്ട്. ചില പരിഹാസങ്ങളും സാറ്റയറും ഹ്യൂമറും ഒക്കെ നമുക്ക് ഈ വരികളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇവാൻ ഇവാനിച്ച് കെയിം ഔട്ട് ഓഫ് ദ ഷെഡ്, പ്ലഞ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ് ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ, ഫ്ലാപ്പിംഗ് ഹിസ് ആംസ് ആൻഡ് സെൻഡിങ് വേവ്സ് ബാക്ക്
He swam out to the middle of the pool and dived, trying to reach the bottom. Oh, how delicious! He shouted in his glee. How delicious! Bokin and Alyokin were already dressed and ready to go, but he kept on swimming and diving. ഇവാൻ ഇവാനിച്ച് ആദ്യമായിട്ട് കുളത്തിൽ ചാടിയ പോലെ ഭയങ്കര ആഹ്ലാദം. ആദ്യമായിട്ട് കുളത്തിൽ ചാടിയൊന്നുമല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ കുളത്തിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയതായിരിക്കാം എന്നതുപോലെ ഭയങ്കര ആസ്വദിച്ചിട്ടുള്ള നീന്തലും കുളിയും ചാടിക്കളിയും വെള്ളത്തിൽ. ഇവാൻ ഇവാനിച്ച് കെയിം ഔട്ട് ഓഫ് ദ ഷെഡ്, പ്ലഞ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്. ആ ഷെഡിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. പ്ലഞ്ച്ഡ് ത്രൂ ഓൺസെൽഫ്, അതിനാണ് പ്ലഞ്ച്ഡ് എന്ന് പറയുന്നത്. വെള്ളത്തിലേക്ക് സ്വയം ചാടി ഉളിയിടുന്നതിനൊക്കെയാണ് പ്ലഞ്ച്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്, വെള്ളം ആ തെറിക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അതിനാണ് വിത്ത് എ സ്പ്ലാഷ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ, ആ മഴ നന്നായി പെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ നീന്തി കളിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് ആംസ്, കൈയിട്ടടിച്ചു. സെൻഡിങ് വേവ്സ് ബാക്ക്, കൈയിട്ടടിക്കുമ്പോൾ ഇങ്ങനെ ഓളങ്ങൾ കരയിലേക്ക് ഇങ്ങനെ പോയി അടിച്ചു. ഹി സ്വാം ഔട്ട് ടു ദ മിഡിൽ, കുളത്തിൻ്റെ നടുവിലേക്ക് നീന്തിപ്പോയി. ആൻഡ് ഡൈവ്ഡ്, അവിടെ പലതരത്തിൽ ഡൈവ് ചെയ്തു. ട്രൈങ് ടു റീച്ച് ദ ബോട്ടം, വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോയി. ഹൗ ഡിലീഷ്യസ്, ഹൗ നൈസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷം. ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ, ഹിസ് ജോയ്, വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്നുണ്ട്. ഹൗ ഡിലീഷ്യസ്, ഹൗ നൈസ് ഇറ്റ് ഈസ്. അപ്പോഴേക്കും അവനെങ്ങനെ കളിച്ച് ആസ്വദിക്കുമ്പോൾ ബോർക്കിനും ആലിയക്കിനും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. പക്ഷേ ഇവനിപ്പോഴും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിലീഷ്യസ്, ഹീസ് ടു ഡിലീഷ്യസ്. ഇവാനിച്ച് തൻ്റെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ്, അത് നന്നായി മുതലെടുക്കുകയാണ്. യു ഹാവ് ഹാഡ് ഇനഫ് ഷൗട്ടഡ് ബോർക്കിൻ. ബോർക്കിൻ അപ്പോൾ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു, മതി നിർത്തി പോന്നേ, നീ എത്ര നേരമായി തുടങ്ങിയിട്ട്. ദ വെൻ ടു ദ ഹൗസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ് ആൻഡ് ബോക്കിൻ ആൻഡ് ഇവാനിച്ച് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിംഗ് ഗൗൺസ് ആൻഡ് വാം സ്ലിപ്പേഴ്സ് launched in chairs, and Leokin himself washed and brushed in a new frock coat, paced up and down, did Ivanich begin his story. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്, ഒരു ലാമ്പ് കത്തിച്ചു വെച്ചു. എവിടെ? മുകളിലെ ഡ്രോയിങ് റൂമിൽ. ബോർക്കിൻ ആൻഡ് ഇവാനിച്ച് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിംഗ് ഗൗൺസ്, ബോർക്കിനും ഇവാനിച്ചൊക്കെ സിൽക്ക് ഡ്രസ്സിംഗ് ഗൗൺസ് ധരിച്ചു. ആൻഡ് വാം സ്ലിപ്പേഴ്സ്, അവർക്ക് അവിടെ പ്രത്യേക ചെരുപ്പുകൾ കൊടുത്തു. ലോഞ്ച് ഇൻ ചെയേഴ്സ്, അങ്ങനെ അവരുടെ ഒരു സീറ്റിൽ പോയി ഇരുന്നു. ആൻഡ് അലിയോക്കിൻ ഹിംസെൽഫ് വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ്, അലിയോക്കിനും ഇപ്പോൾ നേരെ കുളിച്ച് ബ്രഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അവിടെ ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഇനി ന്യൂ ഫ്രോക്ക് കോട്ട്, ഒരു പുതിയ ഫ്രോക്ക്, പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവാനിച്ച് തൻ്റെ കഥ പറയാൻ തുടങ്ങിയത്. ഇനി ഈ കഥക്കുള്ളിൽ മറ്റൊരു കഥയാണെന്ത്? എ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി. അതാണ് ഇവിടെ ഇവാനിച്ച് പറയാൻ പോകുന്നത്. ആൻറ്റൺ ചെക്കോവ് രചിച്ച ഈ സ്റ്റോറിയിലെ ഉള്ളിൽ മറ്റൊരു സ്റ്റോറി പറയാനാരെ? ഇവാനിച്ച്. ആരെക്കുറിച്ചാണ് പറയുന്നത്? തൻ്റെ സഹോദരനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെയൊക്കെ കഥ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വി ആർ ടു ബ്രദേഴ്സ് ഹി ബിഗാൻ, ഐ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച് 2 years younger. ഞങ്ങൾ 2 പേരാണ്, ഇവാനിച്ചും നിക്കോളായ് ഇവാനിച്ചും. നിക്കോളായ് ഇവാനിച്ചിന് ഇവാനേക്കാളും 2 വയസ്സ് കുറയും. ഐ വെൻറ്റ് ഇൻ ഫോർ സ്റ്റഡി ആൻഡ് ബിക്കെയിം എ വെറ്ററിനറി സർജൻ. ഞാൻ പഠിച്ച് വെറ്ററിനറി സർജനായി. വൈൽ നിക്കോളായ് വൈസ് അറ്റ് ദ എക്സ്ചക്കർ കോർട്ട് വെൻ ഹി വാസ് 19. എന്നാൽ നിക്കോളായ് എന്ത് ചെയ്തു? 19 വയസ്സായപ്പോഴേക്ക് തന്നെ ട്രഷറിയിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിച്ചു. അവർ ഫാദർ ഷിംഷ ഹിമാലയസ്കി വാസ് എ കാൻഡനിസ്റ്റ്. എൻ്റെ ഫാദറാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ പേരാണെന്ത്? ഷിംഷ ഹിമാലയസ്കി. അദ്ദേഹം ഒരു കാൻഡനിസ്റ്റ് ആയിരുന്നു. എന്താ കാൻഡനിസ്റ്റ് പറഞ്ഞാൽ? മിലിറ്ററി സർവീസിന് സ്വയം അർപ്പിച്ച ആളാണ് എന്ത് പറയുന്നത്? കാൻഡനിസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഹി ഡൈഡ് വിത്ത് ആൻ ഓഫീസേഴ്സ് റാങ്ക് ആൻഡ് ലെഫ്റ്റ് അസ് ഹിസ് ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി ആൻഡ് എ സ്മാൾ എസ്റ്റേറ്റ്. പക്ഷേ അദ്ദേഹം തൻ്റെ ഓഫീസേഴ്സ് റാങ്കിലുള്ള സമയത്ത് തന്നെ ഞങ്ങളെ വിട്ടേച്ച് മരണപ്പെട്ടു. പിന്നെന്താ ബാക്കി വെച്ചത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു സൽപ്പേര്, അതോടൊപ്പം ഒരു ചെറിയ എസ്റ്റേറ്റും. അന്നൊക്കെ ക്ലാസ്, റഷ്യയിലൊക്കെ പ്രത്യേകിച്ചും, റഷ്യയിൽ മാത്രമല്ല ലോകത്താകമാനം ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ്, ഓരോ വർഗം തിരിച്ചുള്ള വിവേചനങ്ങളും, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാലുകളും വിവേചനങ്ങളും
ഡിസ്ക്രിമിനേഷനൊക്കെ വ്യാപകമായിരുന്നു. ഇന്ന് അതിന് വിവിധ വകഭേദങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം. വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ക്ലാസ് സ്ട്രഗിളുകളും ക്ലാസ് ഡിസ്ക്രിമിനേഷനുകളൊക്കെ നടക്കുന്നത്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ എസ്റ്റേറ്റ് വെന്റ് ടു പേ ഹിസ് ഡെപ്റ്റ്സ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ തന്നെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ മൂല്യം ഉണ്ടായിരുന്നുള്ളൂ. ഹൗവർ വി സ്പെൻഡ് അവർ ചൈൽഡ്ഹുഡ് ദെയർ ഇൻ ദ കൺട്രി. ഞങ്ങളെന്നാലും ആ ഗ്രാമത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം ചെലവഴിച്ചത്. വി വെർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ, spent days and nights in the fields and the woods, minded the horses, barked the lime trees, fished and so on. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ കടുത്തതായിരുന്നു, പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലം ചിലവഴിച്ചത് ഗ്രാമത്തിലായിരുന്നു. ജസ്റ്റ് നാട്ടുംപുറത്തെ കർഷകൻ്റെ മക്കളെ പോലെ ഞങ്ങൾ ജീവിച്ചു. സ്പെൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ്സ്. ഞങ്ങൾ കൃഷിസ്ഥലത്ത് രാത്രിയും പകലന്തിയോളം പണി ചെയ്തു. അതുപോലെ കാട്ടിൽ ജോലി പോയി മരം വെട്ടാനോ അല്ലെങ്കിൽ വിറകെടുക്കാനോ ഒക്കെ പോയി. മൈൻഡഡ് ദ ഹോഴ്സസ്. അതുപോലെ കുതിരകളെ മേയ്ക്കാൻ പോയി. ബാർക്ക്ഡ് ദ ലൈം ട്രീസ്. ലൈം ട്രീസിൻ്റെ തൊലി ബാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, തൊലി എന്തോ ആവശ്യത്തിന് എടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ഒരു പണി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പിന്നെ നമ്മൾ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ആളുകൾ പോകുന്നില്ലേ എന്നപോലെ. ഫിഷ്ഡ്, മീൻ പിടിക്കാൻ പോയി. ആൻഡ് സോ ഓൺ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. ആൻഡ് യു നോ, വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ് ഓർ വാച്ച്ഡ് ദ thrushes hovering in flocks over the village in the bright, cool autumn days, he can never really be a townsman, and to the day of his death he will be drawn to the country. My brother pined away in the exchequer. Years passed, and he sat in the same place, wrote out the same documents, and thought of one thing: how to get back to the country and to buy a small farm somewhere by the bank of a river or a lake. നിങ്ങൾക്കറിയണോ, ഒരാൾ ഗ്രാമപ്രദേശത്തിൽ ജീവിച്ച് മീൻ പിടിക്കാൻ പോവുകയും അവിടെയുള്ള ചെറിയ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ പാറി പറക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എപ്പോൾ ഇൻ ദ ബ്രൈറ്റ് കൂൾ ഓട്ടം ഡേയ്സ്, നല്ല തെളിഞ്ഞ ആകാശത്തിൽ ചെറിയ കൂളിങ്ങുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഓട്ടം സീസണിൽ അത്ര മനോഹരമായ കാഴ്ചകളും ആസ്വാദനങ്ങളും കിട്ടിയ ഒരാൾക്ക് നെവർ റിയലി ബി എ ടൗൺസ്മാൻ. പിന്നെ ഒരിക്കലും ഒരു ടൗണിൽ പോയി ജീവിക്കാൻ അയാൾക്ക് കഴിയില്ല. ആൻഡ് ടു ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് ഹി വിൽ ബി ഡ്രോൺ ടു ദ കൺട്രി. മരണം വരെ മനസ്സ് അദ്ദേഹത്തെ ഗ്രാമത്തിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. ഉൾവലിവുണ്ടായിരിക്കും എപ്പോഴും. തനിക്ക് ഗ്രാമത്തിലേക്ക് തന്നെ പോകണം, തനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കണം. അത് നമ്മൾ ആരുടെ കഥ ജീവിതം എടുത്താലും നമുക്കത് കാണാൻ കഴിയും. മൈ ബ്രദർ ഫൈൻഡ് അവേ ഇൻ ദ എക്സ്ചക്കർ. എൻ്റെ ബ്രദർ എവിടെയായിരുന്നു? പൈൻഡ് അവേ. എന്താ പൈൻഡ് അവേ എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ഹിസ് ഡേയ്സ് സാഡ്ലി എന്നാണ് അർത്ഥം. വളരെ ഒരു സന്തോഷമില്ലാതെ, ദുഃഖത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത ജീവിതം ജീവിച്ച് തള്ളി നിൽക്കുകയായിരുന്നു. എവിടെ? ട്രഷറിയിൽ. ഇയേഴ്സ് പാസ്റ്റ് ആൻഡ് ഹി സാഡ് ഇൻ ദ സെയിം പ്ലേസ്. വർഷങ്ങൾ കടന്നുപോയി, അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്ന സെയിം കസേരയിലാണ്. റോട്ട് ഔട്ട് ദ സെയിം ഡോക്യുമെൻറ്റ്സ്. ഇപ്പോഴും അദ്ദേഹത്തിന് ഒരേ സ്വഭാവമുള്ള ഡോക്യുമെൻറ്റ്സ് എഴുതലാണ് പണി. ആൻഡ് തോട്ട് ഓഫ് വൺ തിങ്: ഹൗ ടു ഗെറ്റ് ബാക്ക് ടു ദ കൺട്രി. എന്നാൽ അവൻ്റെ മനസ്സിൽ ഫുൾ ടൈം ഒരേ ഒരു ചിന്തയായിരുന്നു. എന്ത്? ഹൗ ടു ഗെറ്റ് ബാക്ക് ടു ദ കൺട്രി. ഗ്രാമത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകും. ആൻഡ് ടു ബൈ എ സ്മാൾ ഫാം സംവെയർ ബൈ ദ ബാങ്ക് ഓഫ് എ റിവർ ഓർ എ ലേക്ക്. ഒരു കുളത്തിൻ്റെയോ ഒരു തടാകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുഴയുടെയോ കരയിൽ ഒരു ചെറിയൊരു ഫാം സെറ്റ് ചെയ്തിട്ട് ആ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നുള്ളത് അത് എത്ര മനോഹരമാണ്. എനിക്ക് നാട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയുമായിട്ടായിരുന്നു നിക്കോള ഇവാനിച്ച് തൻ്റെ ഓരോ ദിവസവും ഈ എക്സ്ചക്കറിൽ, ഈ ട്രഷറിയിൽ, ടൗൺ ജീവിതത്തിനിടയിൽ തള്ളി നീക്കിയിരുന്നത്. ഹി വാസ് എ ഗുഡ് ഫെലോ ആൻഡ് ഐ ലവ്ഡ് ഹിം, ബട്ട് ഐ നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺസെൽഫ് അപ്പ് ഓൺ വൺസ് ഓൺ ഫാം. ഇറ്റ് ഈസ് എ കോമൺ സെയിങ് ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet of land, but surely a corpse wants that, not a man, to leave town and the struggle and the swim of life and go and hide yourself in a farmhouse is not life. It is egoism, laziness. He was a good fellow. എൻ്റെ ബ്രദർ നിക്കോളായ് നല്ല മനുഷ്യനാണ്. ആൻഡ് ഐ ലവ്ഡ് ഹിം. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. ബട്ട് ഐ നെവർ സിമ്പതൈസ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺസെൽഫ് അപ്പ് ഓൺ വൺസ് ഓൺ ഫാം. പക്ഷെ ഞാൻ ഒരിക്കലും അവൻ്റെ ഈ ഒരു ആഗ്രഹത്തോട് യോജിച്ചില്ല. എന്ത്? ഈ ടൗണിലുള്ള ഈ ജീവിതം വിട്ട് ഗ്രാമത്തിൽ വന്ന് ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്ത് തനിച്ചിങ്ങനെ ആ ഒരു ഫാമിലെ സ്റ്റേറ്റിൽ ഇങ്ങനെ കഴിയുക എന്നുള്ള ആശയത്തോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺസെൽഫ് അപ്പ് ഓൺ വൺസ് ഓൺ ഫാം. ഇറ്റ് ഈസ് എ കോമൺ സെയിങ് ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet of land. ഇതൊരു പൊതുവെയുള്ള പറച്ചിലാണ്. എന്ത്? ഒരു മനുഷ്യനാകെ 6 അടി മണ്ണ് പോലെ പോരെ എന്നുള്ളത്. ബട്ട് ഷുവർലി എ കോപ്സ് വാണ്ട്സ് ദാറ്റ്. അതാർക്ക്? ചത്തു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാലാണ് 6 അടി മണ്ണ്. അല്ലാതെ
ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ല, നോട്ട് എ മാൻ. ടു ലീവ് ടൗൺ ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് ദ സ്വിം ഓഫ് ലൈഫ്. ഒരു ടൗൺ ജീവിതം വിട്ട്, അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹറിബറി ജീവിതമായിരിക്കും, ആ ജീവിതത്തിൻ്റെ ഒഴുക്കൊക്കെ വിട്ടിട്ട് ഗോ ആൻഡ് ഹൈഡ് യുവർസെൽഫ് ഇൻ എ ഫാം ഹൗസ്, ഒരു ഫാം ഹൗസിൽ പോയിട്ട് തനിച്ച് ഒളിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് എ ലൈഫ്. അതൊരു ജീവിതമല്ല. ഇറ്റ് ഈസ് ഇഗോയിസം, ലേസിനെസ്. അതെന്താണ്? അത് ഒരു പൊങ്ങച്ച പരിപാടിയാണ്. പിന്നെ മടിയന്മാരാണ് അതിനൊക്കെ നിൽക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇവാൻ ഇവാനിച്ചിൻ്റെ സങ്കല്പങ്ങൾ, നിക്കോളായുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്. മൈ ബ്രദർ നിക്കോളായി. നിങ്ങൾ മനസ്സിലൊരു കാര്യം ഓർമ്മ വേണം. നമ്മളൊരു കഥ, ആൻറ്റൺ ചെക്കോവ് പറയുന്ന കഥ തുടങ്ങി. അതിലെ കഥാപാത്രങ്ങളാണ് ബോർക്കിൻ ആൻഡ് ഇവാൻ ഇവാനിച്ച്. അവർ ഒരു ഫീൽഡിലൂടെ പോകുന്നതിനിടയ്ക്ക് മഴ പെയ്യുകയും അവർ ആലിയോക്കിൻ എന്ന് പറയുന്ന അവരുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിപ്പെടുന്നു. അവിടെ വെച്ച് മറ്റൊരു കഥ നരേറ്റ് ചെയ്യുന്നത് ഇവാൻ ഇവാനിച്ചാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? തൻ്റെ സഹോദരൻ നിക്കോളാ ഇവാനിച്ചിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതൊരു മോണോലോഗാണ്, ഒരു വൺ വേ പ്രസൻറ്റേഷനാണ്. നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ച് ഇവാൻ ഇവാനിച്ച് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈ ബ്രദർ നിക്കോളായ് സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ് വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ and of sleeping in the sun, and of sitting for hours together on a seat by the gate and gazing at the fields and the forest. Books on agriculture and the hints in almanacs were his joy, his favorite spiritual food, and he liked reading newspapers, but only the advertisements of land to be sold with a farmhouse, river, garden, mill and mill pond. My brother Nikolai, sitting in his office, would dream of eating out in the open air. തൻ്റെ ഓഫീസിലിരിക്കുന്ന നിക്കോളായ് എപ്പോഴും സ്വപ്നം കണ്ടത് എന്തായിരുന്നു? ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ തനിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെയാണ് സ്വപ്നം കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റിൽ അതിൻ്റെ നടുവിലൊരു വീട്, അതിൻ്റെ ചുറ്റും കുറേ കൃഷി സ്ഥലങ്ങൾ, അവിടെ കുറേ മൃഗങ്ങളെ, പെറ്റ് ആനിമൽസിനെ വളർത്തുന്നു, അവിടെ പുറത്തിരുന്ന് കസാരയൊക്കെ ഇട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആൻഡ് ഓഫ് സ്ലീപ്പിംഗ് ഇൻ ദ സൺ, വെയിൽ കൊണ്ടിട്ട് കിടന്നുറങ്ങുന്നു, സൺ ബാത്തൊക്കെ എടുത്ത് ഉറങ്ങുന്നു. ആൻഡ് ഓഫ് സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗെദർ ഓൺ എ സീറ്റ് ബൈ ദ ഗേറ്റ്, തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെയുള്ള സീറ്റിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുന്നു. ഗേസിങ് അറ്റ് ദ ഫീൽഡ്സ്, തൻ്റെ കൃഷി സ്ഥലത്ത് ആളുകൾ കൃഷി ചെയ്യുന്നു നോക്കിയിട്ട്. ആൻഡ് ദ ഫോറസ്റ്റ്, ഒരു വശത്താണെങ്കിൽ കാടാണ്, നിറച്ച് മരങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇരിക്കുന്ന ആ ഒരു മനോഹരമായ സ്വപ്ന ലോകമാണ് നിക്കോളായുടെ മനസ്സിൽ എപ്പോഴും. ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദ ഹിൻസ് ഇൻ ആൽമനാക്സ് വേർ ഹിസ് ജോയ്. എൻ്റെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ പഞ്ചാംഗത്തിൽ നമുക്കറിയാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ സ്ഥാനങ്ങളും, അല്ലെങ്കിൽ തിരമാലകളുടെ വേലിയേറ്റത്തെക്കുറിച്ച്, വേലിയിറക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ, അതിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ, ഇത്തരം സംഭവങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് പഞ്ചാംഗത്തിലാണ്, അൽമനാക്ക്. അപ്പോൾ ഇതൊക്കെ വായിച്ചിരിക്കലാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. ഹിസ് ഫേവറേറ്റ് സ്പിരിച്വൽ ഫുഡ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മീയ ഭക്ഷണമാണത്. ആൻഡ് ഹി ലൈക്ക് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, അവന് പത്രം വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷേ പത്രത്തിൽ എന്തേ വായിക്കുള്ളൂ? ഓൺലി ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫ് ലാൻഡ് ടു ബി സോൾഡ്, വിൽക്കാനുള്ള ഭൂമിയുടെ പരസ്യം, വിത്ത് എ ഫാം ഹൗസ്. ആ ഭൂമിയിൽ എന്തെല്ലാം വേണമെന്നാണ് അവൻ്റെ കണ്ടീഷൻ? അതിലൊരു ഫാം ഹൗസ് വേണം, അത് റിവറിൻ്റെ സൈഡിലായിരിക്കണം, അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരിക്കണം, മില്ല് വേണം, മില്ലിനോടനുബന്ധിച്ചൊരു പോണ്ട് വേണം. ഇതൊക്കെയാണ് അവൻ്റെ സ്വപ്നം. ആൻഡ് ഹീ വുഡ് ഡ്രീം ഓഫ് ഗാർഡൻ വാൾസ്, പിന്നെ അവിടെ ഗാർഡന് ചുറ്റും മതിൽ വേണം, ഫ്ലവേഴ്സ്, നിറച്ച് പൂക്കളുണ്ടായിരിക്കണം, ഫ്രൂട്ട്സ്, നല്ല ഖനികളുണ്ടാവുന്ന, ഫലങ്ങളുണ്ടാവുന്ന മരങ്ങൾ, നെസ്റ്റ്, അതിലൊക്കെ പക്ഷികൾ വന്ന് കൂട് കൂട്ടിയിരിക്കുന്നു. കാർപ്പ് ഇൻ ദ പോണ്ട്, പിന്നെന്ത് വേണം? പോണ്ടിൽ ഒരു തരം മത്സ്യമാണ്, കരിമീൻ പോലെയുള്ള മത്സ്യമാണ് എന്ത് കാർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുളത്തിൽ നിറച്ച് മത്സ്യങ്ങൾ. ഡോണ്ട് യു നോ ആൻഡ് ആൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. അത്തരത്തിലുള്ളൊരു സെറ്റിങ്സിൽ എന്തെല്ലാം വേണം? അതെല്ലാം ഉള്ള ഒരു സ്വപ്ന സുന്ദരമായിട്ടുള്ള ഒരു എസ്റ്റേറ്റ്, ഒരു ഫാം ഹൗസ്, അതിൻ്റെ മറ്റ് സെറ്റിങ്സൊക്കെയാണ് നിക്കോളായിയുടെ സ്വപ്നം എന്ന് പറയുന്നത്. These fantasies of his used to vary according to the advertisements he found, but somehow there was always a gooseberry bush in every one. Not a house, not a romantic spot could he imagine without its gooseberry bush. These fantasies, these dreams, ഈ ഒരു സ്വപ്നങ്ങളായിരുന്നു എന്ത്? ഓഫീസ് യൂസ്ഡ് ടു വാരി അക്കോർഡിംഗ് ടു ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഹി ഫൗണ്ട്. അവൻ കാണുന്ന പരസ്യങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് അവൻ്റെ ഈ സ്വപ്നങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം ഇന്നതുണ്ടെങ്കിൽ ഇന്നതില്ല,
എന്നുള്ള ഈ എല്ലാം കൂടി തികഞ്ഞ ഒരു എസ്റ്റേറ്റ് കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിലും മറ്റു ചിലത് ഉണ്ടാവും ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ. അപ്പോൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആര് തയ്യാറായിരുന്നു? നിക്കോളായി തയ്യാറായിരുന്നു. ബട്ട് സംഹൗ ദെയർ വാസ് ഓൾവേസ് എ ഗൂസ്ബെറി ബുഷ് ഇൻ എവറി വൺ. പക്ഷേ അവൻ്റെ സ്വപ്നത്തിലുള്ള എസ്റ്റേറ്റിൽ ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം. അതെന്താണ്? ഗൂസ്ബെറി ബുഷ്. ഗൂസ്ബെറി ഇല്ലാത്തൊരു എസ്റ്റേറ്റിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ വയ്യ. എന്താണ് ഗൂസ്ബെറി? നെല്ലിക്ക. അതെ, നെല്ലിക്ക. ആദ്യം കായ്ക്കും, പിന്നെ മധുരിക്കും, അല്ലേ? അതാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്കമരം ഇല്ലാത്തൊരു എസ്റ്റേറ്റിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ വയ്യ. അത് അവൻ്റെ ഒരു ഒബ്സഷനാണ്, അവൻ്റെ ഒരു ക്രേസാണ്. നോട്ട് എ ഹൗസ്, നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട് കുഡ് ഹി ഇമാജിൻ വിത്തൗട്ട് ഇറ്റ്സ് ഗൂസ്ബെറി ബുഷ്. ഗൂസ്ബെറി ബുഷ് ഇല്ലാത്ത ഒരു മനോഹരമായ സ്ഥലം അവൻ്റെ മനസ്സിലില്ല. അല്ലെങ്കിൽ ഒരു വീട്, ഒരു ഫാം ഹൗസ്, അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റ് അവന് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ ഗൂസ്ബെറി ബുഷ് വേണം എന്ന സ്വപ്നം അതിലുണ്ട്. കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഹി യൂസ്ഡ് ടു സേ. അവൻ എപ്പോഴും പറയുന്നത് ഗ്രാമത്തിലുള്ള ജീവിതത്തിന് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന്. ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. എന്താണ് കൺട്രി ലൈഫിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്കപ്പോൾ നോക്കാം. കഥയിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്തൊരു എപ്പിസോഡോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സ്ഥിരമായി ഈ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്